നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്ത് തേങ്ങയാണ് ഈ കാണിക്കുന്നതെന്ന്. പക്ഷെ അതിനൊരു കാരണമുണ്ട്. എല്ലാ മക്കളെ പോയി കഴിച്ചോ. അച്ഛൻ കൊണ്ടിരുന്ന ചിപ്സും മിച്ചറും ആക്രാന്തമൂത്ത് ഞാൻ അപ്പോഴേ കഴിക്കും. പക്ഷേ ഇവൾ ആസ് യൂഷ്വൽ എന്നത്തെയും പോലെ കൊണ്ട് ഒളിപ്പിച്ചു വയ്ക്കും. എന്നിട്ട് ആ ചെറ്റ എൻ്റെ കൈ തീരുമ്പോൾ അത് കൊതി കാണിച്ച് എൻ്റെ മുമ്പിൽ തിന്നും. പക്ഷെ ഇന്ന് അവളെ ഒളിത്താവളം ഞാൻ പൊക്കും. സെലിനേ, ഞാൻ വിളിച്ചു. ഇല്ലടി വിളിച്ചതുപോലെ തോന്നി. ഇല്ലടി, ഞാൻ വിളിച്ചില്ല. പോട്ടെ. യെസ്, അവൾ ആ ട്രാപ്പിൽ വീണു. ആ വൃത്തികെട്ട ത്രികോണ മോന്തയിലെ ചിരിയുമായി അവൾ നേരെ പോയത് അടുക്കളയിലേക്ക്. ഇപ്പൊ പോയ കൈയോടെ പൊക്കാം. ഇനിയിപ്പോ ഫ്രിഡ്ജിലായിരിക്കും. അല്ല, ഇവിടെയില്ല. എന്നാലും ഇവളിത് എവിടെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചേക്കുന്നത്? ഓ ഷിറ്റ്, ഞാൻ അവളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അടുക്കളയിൽ നിന്ന് കയറി വരുന്ന അവളുടെ മുഖത്ത് ചേരാത്ത അളിഞ്ഞ ചിരി. ഇറ്റ്സ് എ ഡൈവേർഷൻ. ഷീ ഈസ് ബ്രില്യൻറ്റ്. അത് അടുക്കളയിലല്ല, ഈ വീട്ടിലെ മുക്കും മൂലയും ഞാൻ അരിച്ചു പറക്കി. പക്ഷേ എനിക്കെവിടെയും ആ സ്പ്രേയുടെ മണം കിട്ടിയില്ല. ഇനി നോക്കാൻ ഒരേ ഒരു സ്ഥലമേ ബാക്കിയുള്ളൂ. പക്ഷെ അവിടെ അവൾ ഫുഡ് കൊണ്ട് വയ്ക്കും. ചിലപ്പോൾ വയ്ക്കും. അതേ ബാത്റൂം. സ്നാക്സ് കിട്ടി. ഇനി അവക്കെന്നെ കൊതി കാണിച്ച് തന്നെ പറ്റത്തില്ല. അവന്റെ ഒരു മൈൻഡ് വോയിസ് സ്വത്തെഴുതി കൊടുത്താലും സ്നാക്സ് ചെയ്യാൻ കൊടുക്കൂല തേണ്ടി.